ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ റേഡിയേറ്റർ റിമൂവ് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് വാൽവ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് മറ്റേ തെർമോസ്റ്റാറ്റ് വാൽവ്, ഒന്ന് ഈ ഫ്ലോ വാൽവാണ്. ഇത് രണ്ടും ക്ലോസ് ചെയ്തിട്ട് റേഡിയേറ്റർ റിമൂവ് ചെയ്യുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കുറച്ച് വാൾപേപ്പർ ഇതിൻ്റെ ബാക്കിലുണ്ട്. അതെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് വൃത്തിയാക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പ്രഷറൊന്നും നോക്കുന്നില്ല. ഇവിടെ നമ്മൾ ബോയിലർ ഓൾറെഡി ഓഫ് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ പ്രഷർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും. അന്നേരം വിശദമായി അതിനെപ്പറ്റി പറയാം. ഇപ്പം തൽക്കാലം നമ്മൾ ഇത് റിമൂവ് ചെയ്യുന്നതാണ് നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി മെയിനായിട്ട് വേണ്ട ടൂൾസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ റേഡിയേറ്റർ ബ്ലേഡ് കീ ആണ്. ഇത് ഞാൻ എന്തിനാണെന്ന് പറയാം. പിന്നെ നമുക്കൊരു അഡ്ജസ്റ്റബിൾ റഞ്ച് വേണം, ഇത് ഊരാൻ. അതുപോലെ തന്നെ ഒരു മങ്കി പ്ലെയറും വേണം. പിന്നെ ഇത് ഇതിനകത്ത് നല്ല വെള്ളം കാണും. അപ്പോൾ ആ വെള്ളം എടുക്കാൻ വേണ്ടി ഒരു ബക്കറ്റും അതിനുള്ള സാമഗ്രികളും വേണം. ഇത്രയും മതി. ബാക്കി നമുക്ക് ചെയ്യുന്നതനുസരിച്ച് പറയാം. അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഒന്ന് അഴിക്കാം. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല, എനിക്കറിയാം. അതുകൊണ്ട് ഞാനിത് ആദ്യം അഴിച്ചിട്ട് നമുക്കിത് ഒന്ന് മുറുക്കിയെടുക്കാം. ഓക്കെ. അപ്പം നമ്മുടെ ഈ വ്രഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 10 ഇഞ്ചിൻ്റെ മിനിമം എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം. ചെറുത് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഉള്ള റേഡിയേറ്ററിന് അത് പാടാണ്. ഇപ്പം ഞാൻ മങ്കി പ്ലെയറാണ് എനിക്കിവിടെ യൂസ് ചെയ്യാൻ എളുപ്പം. അതുകൊണ്ട് അത് വെച്ചിട്ട് അങ്ങ് ക്ലോസ് ചെയ്യുകയാണ്. നല്ല രീതിയിൽ അങ്ങ് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ മുറുക്കിയിട്ടുണ്ട് ഈ വാൽവ്. അപ്പോൾ ഇതുവഴിയുള്ള ഫ്ലോ ഇവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്തേക്കുവാണ്. ഇനി റേഡിയേറ്ററിലോട്ട് വെള്ളം വരാൻ സാധ്യതയില്ല. ഇതേ പ്രോസസ്സ് തന്നെ നമ്മുടെ അടുത്ത ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ അവിടെ ചെയ്യാം. ഇത് നല്ല ടൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഊരുന്നത്. ഇത് അല്ലെങ്കിൽ ഇത് സ്ക്രൂ ചെയ്ത് മുറുക്കി വെച്ചാലും മതി. അപ്പോൾ ഇപ്പോഴത്തെ കേസിൽ ഞാനിത് ഊരി നോക്കുവാണ്. ഇത് നല്ല രീതിയിൽ ക്ലോക്ക് വൈസിലങ്ങ് ഇത് ഓൾറെഡി മുറുക്കിയിരിക്കുകയാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഇത് നല്ല ഓൾറെഡി മുറുക്കി വെച്ചേക്കാണ് അവർ. ചുരുക്കം പറഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് ഒരു തിരി കൊടുത്താൽ മതി. എന്നിട്ട് വെള്ളം ഇനി വരാൻ സാധ്യതയുണ്ട്. അപ്പം നല്ലൊരു ഒരു പാത്രം എടുത്ത് വെക്കുക. ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് നമുക്ക് കൂട്ടണമെങ്കിൽ ഈ റേഡിയേറ്റർ ബ്ലേഡ് കീ എടുത്തിട്ട് ഇങ്ങനൊന്ന് ഞാൻ ചെറുതായിട്ട് തുറന്നു കൊടുത്തു. അപ്പോൾ ഇച്ചിരി ഫോഴ്സ് കൂടിയിട്ടുണ്ട്. കണ്ടോ, ഞാൻ ആ റേഡിയേറ്റർ ബ്ലേഡ് കീ ഇട്ടിട്ട് ഒന്ന് പ്രഷർ അവിടെ നിന്ന് റിലീസ് ചെയ്തപ്പോൾ തന്നെ വെള്ളം നല്ല ഫാസ്റ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഈ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ റേഡിയേറ്റർ ബ്ലേഡ് കീ ഉപയോഗിച്ച് അവിടെ വാൽവ് ഫുള്ള് റിലീസ് ചെയ്തു. മൊത്തം വെള്ളവും ഏകദേശം തീർന്നു. ഏകദേശം നിങ്ങൾക്ക് കാണാം ഒരു ബക്കറ്റ്, ഏകദേശം ഒരു 3/4 ബക്കറ്റോളം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ അടുത്ത വാൽവ് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അവിടെയും കുറച്ച് വെള്ളം കാണുമായിരിക്കും. അപ്പോൾ ഞാൻ ഈ വാൽവ് അങ്ങ് ക്ലോസ് ചെയ്യുകയാണ്. നേരത്തെ നമ്മൾ വെള്ളം പെട്ടെന്ന് വരാൻ വേണ്ടി ഇത് ഓപ്പൺ ചെയ്തായിരുന്നല്ലോ. ഇത് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ നോക്കാം.
അപ്പം നേരത്തെ പോലെ തന്നെ ഞാൻ മങ്കി പ്ലെയർ വെച്ച് ഇവിടെ ഒരു പ്രഷർ കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് മേളോട്ട് എടുത്ത്, നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു സൈഡ് ക്ലോക്ക് വൈസ് ആണ്, മറ്റേ സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് വേണം നമ്മൾ ഓപ്പൺ ചെയ്യാൻ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വെള്ളം കാണത്തില്ല, എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് അപ്പം ഗൈസ് നിങ്ങൾ കണ്ടല്ലോ, എനിക്ക് ഇത് വലിയ റേഡിയേറ്റർ ആയതുകൊണ്ട് ഒറ്റയ്ക്ക് മറിച്ചിടാൻ പറ്റത്തില്ല. മറിച്ചിട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മളിത് തലകീഴായിട്ട് വെച്ചാൽ മതി. അപ്പം ഉള്ള വെള്ളമൊന്നും ഇനിയും പോകത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ട് കണ്ടേക്കുന്നത്. കുറച്ച് വെള്ളമൊക്കെ ഞാൻ എടുത്തപ്പം താഴെ പോയി, അത് നിങ്ങൾ സൂക്ഷിച്ച് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ രീതിയിലേ ചെയ്തുള്ളൂ. അപ്പം ഇത് ഫിക്സ് ചെയ്ത് ഇന്ന് വീഡിയോ ഞാൻ പിന്നീട് ഇടാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ഒരു 10-15 മിനിറ്റിൻ്റെ വർക്കേ ഉള്ളൂ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാട്ടറിൻ്റെ മെയിൻ വാൽവ് ക്ലോസ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ നമുക്ക് വെള്ളം ലീക്കൊന്നും ആകത്തില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.